ഹായ് ഡിയേഴ്സ്, അപ്പം എല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഞാൻ വീട്ടിലേക്കൊക്കെ ഒന്ന് പോയി അച്ഛനെയും അമ്മേനെയൊക്കെ ഒന്ന് കാണണമെന്ന് കുറേ ദിവസമായി വിചാരിക്കണം. അപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ അല്ലേനോ. പിന്നെ നന്ദൂട്ടിന് പരീക്ഷയാണ് സ്കൂളിൽ. അപ്പോൾ ഇപ്പം പരീക്ഷ ഓരോ ദിവസവും സ്കൂള് മഴ കാരണം സ്കൂളില്ല എന്ന് പറയുമ്പോൾ അടുത്ത ദിവസം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നീണ്ടു പോയിട്ടോ. അപ്പോൾ അച്ഛനും അമ്മേനെ എന്തായാലും ഒന്ന് കാണണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇന്നിപ്പോൾ അച്ഛനെയും അമ്മേനെയും കാണാൻ പോകണം. അപ്പോൾ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. അപ്പോൾ ഇന്നത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീട്രൂട്ടൊക്കെ അരച്ച് ചേർത്തിട്ടുള്ള പൂരി ഉണ്ടാക്കുക. അതിൻ്റെ കൂടെ നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ടുള്ള ഒരു മസാലയും ആക്കാമെന്നാട്ടാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ഗൗരവമുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് ഞാനൊരു വീഡിയോ ആദ്യം ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെ വീഡിയോ ചെയ്യുന്ന സമയത്ത് യൂട്യൂബ് റെക്കമെൻഡേഷനിൽ അങ്ങനെ പോവലില്ല അങ്ങനത്തെ വീഡിയോസൊക്കെ. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് ഇത്രയും ഗൗരവമുള്ള ഈ കാര്യങ്ങൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. വേറെ ഒന്നല്ല, അധികം ആൾക്കാർക്ക് പറയാം, നമ്മളെ മുല്ലപ്പെരിയാറിൻ്റെ വിഷയം തന്നെയാണ്. ഈ സമയത്ത് ഇപ്പോൾ ഇത് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ പറയണത് ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഈ സമയം കടന്നു പോകുമോ അല്ലെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നിട്ട് നമുക്ക് അതിജീവിക്കാൻ പറ്റുന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇപ്പോഴും നമ്മൾ മുന്നോട്ട് പോകുന്നതില്ലേ. വയനാട് നടന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ വ്യാപ്തിയൊക്കെ എല്ലാവർക്കും അറിയണ കാര്യമാണ്. അപ്പോൾ ഈ ഒരു ദുരന്തം നമുക്ക് താങ്ങാവുന്നതിനേക്കാളും അപ്പുറത്താണ് ഇപ്പം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനും വലുത് നമുക്ക് വരാനും കിടക്കുകയാണെന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളെ കാത്തു നിൽക്കുകയാണെന്ന് അറിയുമ്പോഴോ അത് ശരിക്കും നമുക്ക് ഉൾക്കൊള്ളാൻ തന്നെ പറ്റണില്ല അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഭീകരമായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടായിട്ടും കൂടി ഇപ്പം ഈ അടുത്ത് ഇതിപ്പം കുറച്ചും കൂടി കുറച്ചൊന്ന് ചർച്ചയാവാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വക്കേറ്റ് റസൽ ജോയ് സാറിൻ്റെ ഇപ്പം മുല്ലപ്പെരിയാറിനൊരു വളവ് വന്നിട്ടുണ്ട് എന്നുള്ള ആ ഒരു കാര്യം പറഞ്ഞത് മുതലാണ് കുറച്ചും കൂടി ഒന്ന് ചർച്ച. എന്നാലും ഇപ്പോഴുള്ള മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഇതൊരു വലിയൊരു ചർച്ചയായിട്ട് എടുക്കണില്ല, പാർലമെന്റിൽ ഇതൊരു ഉന്നയിക്കണില്ല. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും എന്താണ് ഒരു ചർച്ച വരാത്തതെന്നുള്ളത് ആലോചിച്ചിട്ട് നമുക്ക് ഒരു എത്തും പിടിയും കിട്ടണില്ല അല്ലേ. അപ്പോൾ ആ ഒരു വിഷയം അങ്ങനെ മനസ്സിൽ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇപ്പം ഏകദേശം ഇപ്പം ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് 2-3 നോട്ടിഫിക്കേഷൻ വന്നതിൽ 24 ന്യൂസിലൊക്കെ ഇപ്പം അതൊരു കാര്യമായിട്ടുള്ള ഒരു ചർച്ചയായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് മുമ്പേ ആയാലും 2-3 ദിവസം മുമ്പേ ഒന്നും ഇത് അങ്ങനെ വലിയൊരു ചർച്ചയൊന്നും ആയില്ല. അപ്പോൾ ഈ ന്യൂസ് കേട്ടത് മുതൽ മനസ്സിലിങ്ങനെ ഒരു ഭാഗത്ത് ഇതുണ്ട്, നമുക്ക് എന്താ ഇപ്പോൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോഴാണ് നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ കുറേ കാലം മുമ്പേ ഉള്ള നമ്മളെ കൂടെ ഉള്ള ഒരു സബ്സ്ക്രൈബർ ചേച്ചിയാണ് രജനേച്ചി. അപ്പോൾ രജനേച്ചി എനിക്കൊരു മെസ്സേജ് അയച്ചത്, അബി ഈ കാര്യങ്ങളൊക്കെ നമ്മളെല്ലാ ഇൻഫ്ലുവൻസേഴ്സും അല്ലെങ്കിൽ യൂട്യൂബേഴ്സൊക്കെ ഈ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ട് ഓരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ പറയണം എന്നുള്ളത് പറഞ്ഞപ്പം അതിൽ ചേച്ചി സജസ്റ്റ് ചെയ്തൊരു രശ്മി ചേച്ചീൻ്റെ, നിങ്ങൾക്ക് അധികം ആൾക്കാർക്കും അറിയായിരിക്കും രശ്മി ചേച്ചീൻ്റെ ചിക്കൂസ് ഡൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലുണ്ട്. അപ്പോൾ ആ ചാനലിൽ അങ്ങനെ ഒരു വീഡിയോ രശ്മി ചേച്ചി ഇട്ടിക്കണം, അതൊന്നും അബി കണ്ടു നോക്കുക. അതുപോലെ എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഇതിൻ്റെ കാര്യങ്ങൾ മുല്ലപ്പെരിയാറിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ആ ചാനലിൽ പോയി കണ്ടു നോക്കി. അപ്പോൾ ഒരു സാധാരണക്കാരിയായിട്ടുള്ളൊരു വീട്ടമ്മ എന്നുള്ളത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള അതിനുള്ളൊരു ഉത്തരം എനിക്ക് ആ ഒരു ചാനലിൽ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ കിട്ടി. അപ്പോൾ ചേച്ചിൻ്റെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എങ്ങനെ PM ഇന്ത്യ സൈറ്റ് വഴി നമുക്ക് എങ്ങനെ ഓൺലൈനായിട്ട് മെയിൽ അയക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു വീട്ടമ്മയാണെന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കാണ്ട് നമ്മളെക്കൊണ്ട് പറ്റുന്നത് എന്താണോ അത് നമുക്ക് ഈ ഒരു മുല്ലപ്പെരിയാർ വിഷയത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ എനിക്കത് എന്തായാലും ഒരു ഉപകാരമായിട്ട് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എന്തായാലും ഷെയർ ചെയ്ത് തരണം. ഒരു 5-6 ആളെങ്കിൽ അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമല്ലേ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു കാര്യം ഇപ്പം നമുക്കറിയാലേ, ഇത് 1896 പണിത അണക്കെട്ടാണ്. 50 വർഷമാണ് ഇതിൻ്റെ ഒരു കാലാവധി പറഞ്ഞത്. ഇപ്പം എത്ര കാലം, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഈ പറഞ്ഞ കാലാവധി തീർന്നു കഴിഞ്ഞു. അപ്പോൾ ഇത് ഇപ്പോൾ ഇടുക്കി, എറണാകുളം, അതുപോലെ ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, തൃശ്ശൂർ ഈ ജില്ലകളൊക്കെയാണ് ഭയങ്കര ഭീകരമായിട്ട് വരിക എന്നുള്ളത് പറയണത്. പക്ഷേ ആ ജില്ലകളിൽ മാത്രമല്ല, ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കണതിനൊക്കെ അപ്പുറമാണ്. അപ്പോൾ നമ്മളെ കേരളം തന്നെ മൊത്തത്തിൽ പ്രശ്നത്തിലാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇതിൽ. അപ്പോൾ ആ ജില്ലകളിലല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ ആരും ചിന്തിക്കില്ല. ഇപ്പം തന്നെ നമ്മളെ മുമ്പിലുള്ള ഈ വയനാട് വിഷയം നമുക്ക് അറിയില്ലേ, നമ്മൾ എത്ര ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടാണ് നമ്മൾ അതിനിപ്പോൾ അതിജീവിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഭീതിപ്പെടുത്താനോ അല്ലെങ്കിൽ ഭയപ്പെടുത്താനോ ഒന്നുമല്ല, ഈ സത്യാവസ്ഥ അത്രയും ഭീകരമായിരിക്കും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു സമയമാണ്. ഇപ്പം നമ്മളെ ചാനലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 38K സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ളതെന്ന് പറയുമ്പോൾ അത് ചെറുതാക്കി കാണല്ലോ ഒരിക്കലും കേട്ടോ. നമ്മളെ കേൾക്കാൻ ഒരു 10 ആൾ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്.
അപ്പോൾ ഒരിക്കലും അത് ചെറുതാക്കി കാണിക്കല്ല. എന്നാലും ഈ ഒരു വീഡിയോ എത്ര ആൾക്കാർ ഇപ്പോൾ കാണും, ഇത് എത്ര ആൾക്കാർ ഏറ്റെടുക്കുന്നൊന്നും നമുക്ക് അറിയില്ലല്ലേ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇപ്പം ഒരു 3-4 ആളെങ്കിലും ഇത് ഏറ്റെടുത്തിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ആശ്വാസമായിരിക്കും നമുക്ക്, അല്ലെങ്കിൽ വലിയൊരു പ്രതീക്ഷയായിരിക്കും നമുക്ക്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞ ഈ ചാനലിൻ്റെ ചിക്കു ഡൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ രശ്മിയേച്ചി ഈ വീഡിയോ ചെയ്തതിൻ്റെ ഡീറ്റെയിലും അതുപോലെ തന്നെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇതുപോലെ PM നമുക്ക് നേരിട്ട് ഒരു മെയിൽ അയക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റില്ല. പക്ഷേ ഇതുപോലെ PM ഇന്ത്യ സൈറ്റ് വഴി നമുക്ക് മെയിൽ അയക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഉണ്ടെന്നോ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഉണ്ടെന്നൊന്നും എനിക്കും അറിയില്ല. ഞാൻ ഇതുപോലെ സാധാരണയായപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യത്തിലാണ് ഞാനും ഇരുന്നത്. അപ്പോൾ ഇങ്ങനൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെന്തെങ്കിലും ഒരു കാര്യം നമ്മളെ ഭാഗത്തു നിന്ന് അതിനൊരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസമല്ലേ അത്. എന്തെങ്കിലും നമ്മളിതിന് വേണ്ടി ചെയ്തെന്നുള്ളൊരു ആശ്വാസമെങ്കിലും നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടാൽ ഡീറ്റെയിൽ ആയിട്ട് HIL പറയുന്നുണ്ട്. അതുപോലെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഞാൻ ഈ ഒരു വിഷയത്തിനെ പറ്റി എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയ കാര്യം ഇത്രയാണ്. അതും നമ്മൾ രജനേച്ചി പറഞ്ഞപ്പോഴാണ് എനിക്ക് അത് ശരിയാണല്ലോ, നമുക്ക് ഇതുപോലെ നമ്മളെ കേൾക്കാൻ ഇതുപോലെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ ഓരോട് ഇത് ഷെയർ ചെയ്യണം എന്നുള്ളത് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ എൻ്റെ ഇൻസ്റ്റൻ്റ് ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ആ ID വഴി ഫോളോ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. ഇതുപോലെ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ ഇൻസ്റ്റ വഴിയും കിട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ നല്ല കുറേ ഫ്രണ്ട്സിന് ആദ്യം മുതലേ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള കുറേ ആൾക്കാർ ഇൻസ്റ്റ വഴി നമുക്ക് കിട്ടിയിരിക്കണം. അപ്പോൾ അതുപോലെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യാൻ പറ്റുന്നുള്ളവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതാ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇത് ഞങ്ങളിവിടെ എത്തി. ട്രെയിനിനാണ് വന്നത്, അല്ല ബസ്സിനാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ബസ്സിന് വന്ന് ഇനിയിപ്പം റെയിൽ കടന്നിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളെപ്പോഴും റെയിൽ ഇങ്ങനെ ക്രോസ് ചെയ്യാൻ ഭയങ്കര പേടിയാണ് എനിക്ക്. മക്കളൊക്കെ കൊണ്ട് പോകണതില്ല, പിന്നെ അത് സേഫും അല്ല. അപ്പം നമ്മൾ എന്തായാലും നമുക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് വഴി കയറിയിട്ട് ബ്രിഡ്ജ് വഴി അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിതങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 10-15 മിനിറ്റ് കേട്ടോ, മാക്സിമം ഒരു 15 മിനിറ്റ് അത്രയേ ഉള്ളൂ നടന്നിട്ട് വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞങ്ങൾ വീട്ടിലെത്തി. അച്ഛനമ്മക്ക് അറിയില്ലേനിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഇന്നെന്തായാലും എത്തുന്നത് അച്ഛനമ്മക്ക് അറിയില്ലേനി. ചിലപ്പോൾ ശനിയാഴ്ച ഞായറാഴ്ച വരുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത്. അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാൻ വരുന്നതിന് മുമ്പേ അനിയത്തിൻ്റെ കാര്യം വിളിച്ച് പറഞ്ഞിന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അനിയത്തിയും മോളും ആദ്യം ഇവിടെ ഹാജരായിന്. അച്ഛനിതാ അടുക്കളയിൽ ഉച്ചക്കത്തെ ചോറിൻ്റെ പരിപാടീൻ്റെ തിരക്കിലാണ്. സംഗതി ഉച്ചക്കത്തെ ചോറും പിന്നെ നമ്മളെ മുരിങ്ങക്കായിൻ്റെ കറി, പരിപ്പ് മുരിങ്ങക്കായും കറി, ഒരു ഉപ്പേരി ഉള്ളെന്നുണ്ടെങ്കിലും അടിപൊളിയേനി സംഗതി കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള കറിയേനി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല എരിവിലും അച്ഛൻ വെച്ച കറിയേനി കേട്ടോ, മുരിങ്ങക്കായിൻ്റെ കറി. അച്ഛന് പിന്നെ അടുക്കളയിലുള്ള പരിപാടികളൊക്കെ വേഗം കഴിഞ്ഞുകൊണ്ട് പോരണം, എന്നാൽ പിന്നെ കുറേ നേരം നമുക്ക് വർത്താനം പറഞ്ഞിരിക്കില്ല. അതിനാണ് അച്ഛൻ വേഗം അടുക്കളയിൽ കയറുക. അപ്പോൾ എന്തായാലും ചോറും നിലൊക്കെ കഴിഞ്ഞ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണ ഈ ഒരു ഫാഷൻ പരേഡ് മീഷോന്ന് വാങ്ങിയ ഇതുപോലെ കുർത്തീൻ്റെയും ജാക്കറ്റിൻ്റെയും ഒക്കെ റിവ്യൂവും പിന്നെ എങ്ങനെ നമുക്ക് സ്റ്റൈൽ ചെയ്യുക എനിക്കറിയണ പോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫാഷൻ പരേഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ടൊക്കെ ചെയ്ത് ഷോർട്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ച് അത് കഴിഞ്ഞാൽ പിന്നെ അച്ഛനെ ഏൽപ്പിച്ചൊരു പണിയാണ്. കൊലായി ഭയങ്കര വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കണം. അപ്പോൾ കർക്കിടകം തുടങ്ങുന്നതിന് മുമ്പേ ഞാനും എനിക്കും കൂടി വന്നിട്ട് മൊത്തത്തിൽ ഇവിടെ വൃത്തിയാക്കിയിട്ട് അടിക്കലും തുടയ്ക്കലും മാറാലട്ടലും പണിയൊക്കെ ആയിട്ട് അമ്മക്ക് പിന്നെ ഇപ്പോൾ വയ്യ തീരെ. അപ്പോൾ ഞങ്ങൾ എന്തായാലും വന്ന് അതൊക്കെ ചെയ്ത് പോയതാണ്. അപ്പോൾ ഇതിപ്പോൾ കൊലായി ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഇവിടെ അച്ഛൻ ഇനാമലിൻ്റെ പെയിൻ്റാണ്, അച്ഛൻ തന്നെയാണ് ഇട്ട പെയിൻ്റൊക്കെ അടിക്കുക. അപ്പോൾ ഇനാമലിൻ്റെ പെയിൻ്റ് ഇനി വൈറ്റ് പെയിൻ്റാണ് അടിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചുമരുമലുള്ള ഈ ഒരു പൂപ്പൽ പോലെ ഉണ്ട്, ഒരു കറുപ്പ് കളറിൽ. അപ്പോൾ അത് നമ്മൾ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ പോവും, നമുക്ക് തുടച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായി കിട്ടും. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നന്ദൂട്ടിന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പല്ലുവേദന, ഇവിടെ എത്തിക്കഴിഞ്ഞാലല്ല 2 ദിവസമായിട്ട് സന്ധ്യ ആകുമ്പോഴത്തേക്ക് ഒരു പല്ലുവേദന വരും കേട്ടോ. ആ സന്ധ്യ സമയത്ത് വരും. അപ്പോൾ ഇപ്പം കുറച്ച് നേരത്തെ വന്നപ്പോൾ അച്ഛൻ വേഗം ഓനും കൊണ്ടിട്ട് പല്ലുവേദന ഇന്നിങ്ങനെ വെച്ചിരിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് എന്തോ കഥ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നെ കുറേ ചീത്തയൊക്കെ പറഞ്ഞ് ഓനും കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവാം, അച്ഛനും ഓനും കൂടി പോവാം. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അച്ഛനും ഓനും പോയി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിതാ ക്ലീനിങ്ങിന് നിന്നതാണ്. അനിയത്തി അപ്പുറത്തെ റൂം ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ എൻ്റെ കോല കണ്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട കേട്ടോ. അത് കൂതർ ലുക്കിൽ വന്നതെന്ന് വെച്ചാൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അമ്മേൻ്റെ ഒരു മാക്സി എടുത്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സുഖമൊന്നും വേറെ തന്നെയാണ്. ഇവിടെ ചുരിദാറും ഞങ്ങൾക്ക് മാറ്റാനുള്ളതൊക്കെ ഇവിടെ ഉണ്ട്. എന്നാലും വേഗം ഞാൻ പറയാം അമ്മക്ക് തീരെ കണ്ടുകൂടെ ഇങ്ങനെ മാക്സി ഇട്ടിട്ട് ഇങ്ങനെ നടക്കണത്. അമ്മ പറയും എന്ത് കോലം കെട്ടലാണ്, എന്ത് കോലാണ്, നിങ്ങൾക്ക് നല്ല കോലത്തിൽ നടക്കേണ്ട സമയമല്ലേ, ഇങ്ങനെ കോലം കെട്ടി നടക്കണമെന്ന് ചോദിക്കുക. അമ്മക്ക് തീരെ ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് ഇത് ഇങ്ങനെ അമ്മേൻ്റെ ആ ഒരു മാക്സി ഇട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു സുഖമാണ് കേട്ടോ. അപ്പം ഞാൻ വേഗം പോയി മാക്സി എടുത്തിടാം.
അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങൾ കോലം കണ്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കഥ മൊത്തം പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇവിടെ ക്ലീനിങ് പരിപാടിയിലേക്ക് വരാം. അപ്പോൾ ഞാനിതാ ചുമരൊക്കെ വൃത്തിയാക്കാൻ നിന്നതാണ്. അപ്പോൾ ചുമരൊക്കെ കുറച്ച് സോപ്പും വെള്ളം എടുത്തിട്ട് ശിഖമോളും സഹായത്തിനുണ്ട് കേട്ടോ. ശിഖമോളും പിന്നെ അനിയത്തിൻ്റെ മോൾ ആശിമോളും കൂടി സഹായത്തിന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, ഓർക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ വീട് ഒരു മറിച്ചിടും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കച്ചറ ഉണ്ടാക്കുന്നുണ്ട്, അത് വേറുണ്ട് ഇത് വേറുണ്ട് ഒക്കെ നടക്കുന്നുണ്ട്. വോയിസ് ഓവർ ഞാൻ കൊടുക്കണതിനെ കൊണ്ട് ആ കച്ചറയൊന്നും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ സോപ്പും വെള്ളം എടുത്ത് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും എന്തെങ്കിലും അങ്ങ് ചെയ്തുകൂടട്ടെ, എന്തായാലും ഇവിടെ മൊത്തത്തിൽ അടിച്ച് തുടയ്ക്കാനുള്ളതാണ്. അപ്പം വെള്ളം നിലത്തായാലും പ്രശ്നമൊന്നുമില്ല, മൊത്തം അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കാനുള്ളതാണല്ലോ. അപ്പോൾ എന്തെങ്കിലും ആട്ടെ നേച്ച് 2 കഷ്ണം തുണി ഓരോ കയ്യിലും കൊടുത്ത് എല്ലാവരും കൂടി നിന്നിട്ട് പിന്നെ അങ്ങോട്ട് തകൃതിയായിട്ടുള്ള ക്ലീനിങ് പരിപാടി ഇനി ഓരോരുത്തരും ഓരോ ഭാഗം സെലക്ട് ചെയ്തെടുത്ത്. അപ്പം ഞാൻ എന്തായാലും കൊലായി വൃത്തിയാക്കാമെന്ന് പറഞ്ഞ് അനിയത്തി അപ്പുറത്തെ ഓഫീസ് റൂം വൃത്തിയാക്കാമെന്ന് പറഞ്ഞ് അമ്മ അകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞങ്ങളോട് വന്നിട്ട് മതി മക്കളെ അത്ര മതി എന്ന് പറഞ്ഞിട്ട് അമ്മക്ക് ഇങ്ങനെ പണിയെടുക്കണത് കാണുമ്പോൾ ഭയങ്കര ഇടങ്ങാറാണ്. അത് മതി അമ്മ പിന്നെ കുറച്ച് എടുത്തോണ്ട് പിന്നെ എപ്പോഴെങ്കിലും എടുത്തോണ്ട് ഇതിങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും. അപ്പം ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ കുറച്ച് നേരം അമ്മ രാവിലെ 4 മണിക്ക് എണീക്കണമല്ലേ, കുറച്ച് നേരം നിങ്ങൾ പോയി കിടന്നോളി എന്ന് പറഞ്ഞാൽ ഒന്നും കിടക്കാൻ ഞങ്ങൾ പറയുന്ന ആ സമയത്ത് കിടക്കാൻ പോകും, പിന്നെ എണീറ്റും കൊണ്ട് തന്നെ പോകുന്നുണ്ട്. ഇതന്നെ പരിപാടി, ഇങ്ങനെ പറയല തന്നെ പരിപാടി. ഇടക്കിടക്ക് നാരങ്ങ വെള്ളവും ചായക്കായിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ വരികയും ചെയ്യും കേട്ടോ. അമ്മക്ക് എന്തോരം ഇടക്കാറാണ് ഇങ്ങനെ പണിയെടുക്കണ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കും. നിങ്ങൾ അവിടെയും പണിയെടുത്തിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്, അവിടെയും പണിയെടുത്തിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും. അപ്പോൾ ശിഖപ്പോൾ ഇതാ ജനലൊക്കെ നല്ല ഉഷാറായിട്ട് തുടയ്ക്കണം. നമ്മൾ ചെറിയ കുട്ടികളിങ്ങനെ നമ്മളെ കൂടെ ഞാനത് എടുക്കട്ടെ അമ്മേ, ഞാൻ ആ പണി എടുത്തോട്ടെ ഈ പണി എടുത്തോട്ടെ നോക്കുമ്പോൾ നമ്മൾ വേണ്ടാന്ന് അറിയില്ലേ, ഓർക്ക് എന്തെങ്കിലും പറ്റുമോ അല്ലെങ്കിൽ ഒരു ചെയ്യണത് ശരിയാവില്ല എന്ന്. പക്ഷേ നമ്മളൊക്കെ ചെയ്യണതിനേക്കാൾ ഉഷാറായിട്ട് ക്ലീനായിട്ട് അടിപൊളിയായിട്ട് ഒരു ചെയ്തു തരും. പിന്നെ മേല് സർഫിലിട്ടിട്ട് ഓരോ പോർത്തിയിട്ട് നമ്മൾ തേച്ച് എടുക്കണം പോലെ ആക്കേണ്ടി വരും, അത് വേറെ കാര്യം. എന്നാലും ഓരോരുത്തർ എന്തെങ്കിലും പണി ഏൽപ്പിച്ചു കൊടുത്താൽ അതിൻ്റെ ഓരോ മാക്സിമം എഫേർട്ട് എടുത്ത് അത്രയും ഭംഗിയാക്കി നമുക്ക് തരും എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പം ഞാനിപ്പോൾ ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നത് അച്ഛൻ്റെ മെഡിസിൻ ബോക്സ് ക്ലിയർ ചെയ്യാണ് കേട്ടോ. അതിലില്ലാത്ത സംഗതികളില്ല, എല്ലാം വേഗം വാരിയിൽ കൊണ്ടുപോയി ഞങ്ങളിങ്ങനെ വരുന്ന സമയത്താണ് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക. പിന്നെ സ്ഥിരമായിട്ട് കഴിക്കണതല്ല കേട്ടോ, ഇതിങ്ങനെ ഗ്യാസിൻ്റെ ഇത് അങ്ങനെ അത്യാവശ്യമുള്ളത് അച്ഛൻ ഇങ്ങനെ എഴുതി വെക്കും, നോട്ട് ചെയ്ത് വെക്കും അതിൻ്റെ മുകളിൽ. അപ്പോൾ അതിൻ്റെ ഡേറ്റൊക്കെ ഒന്ന് നോക്കി ഒഴിവാക്കാനുള്ളതൊക്കെ അങ്ങോട്ട് എടുത്ത് ഒഴിവാക്കി അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വേണ്ടതൊക്കെ ഒരു പാത്രത്തിലേക്ക് അത്യാവശ്യം വേണ്ടതൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതൊക്കെ റെഡിയാക്കി വെക്കാണ് കേട്ടോ. അപ്പോൾ ചുമര ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ സോഫ ഇട്ടിക്കണം ഇവിടെ ഇങ്ങനെ കൊലായിൽ സോഫ സെറ്റൊക്കെ എടുത്തിട്ട് അതിൻ്റെ ബേക്കിലൊക്കെ പൊടിയും മണ്ണാമ്പലിക്കാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അതൊക്കെ ഒന്ന് തട്ടി അതൊക്കെ അടിപൊളിയാക്കി. പിന്നെ അലക്കാനുള്ള കർട്ടനും കാര്യങ്ങളൊക്കെ ഊരി അതൊക്കെ അലക്കാൻ കൊണ്ടുപോയിട്ട് അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള പരിപാടി ഇതാ ഈ ഒരു ഭാഗത്തുള്ള സോഫ ഇട്ട ആ ഒരു ഭാഗത്തുള്ള ആ ഒരു ചുമരും കൂടി ഒന്ന് സോപ്പും പൊടിയിലൊന്ന് വൃത്തിയാക്കി തുടച്ചെടുക്കാനുണ്ട്. പിന്നെ 2 ഫോട്ടോ ഫ്രെയിം ഉണ്ട്, അപ്പോൾ അതൊന്ന് തുടച്ചെടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ചില്ലറ പണികളുണ്ട്. അപ്പോൾ ഇങ്ങനെ പണിയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഞാൻ അനിയത്തി പ്ലാൻ ഇട്ടത്, നമുക്ക് എന്തായാലും ഒന്ന് പുറത്തേക്ക് പോകാൻ മിഠായിത്തെരുവിലൊക്കെ ഒന്ന് പോകുന്ന. നന്ദൂട്ടന് വാങ്ങിയ ബാഗ് ഇക്കൊല്ലം വാങ്ങിയ ബാഗ് വലിയ ബാഗായിപ്പോയി. അപ്പോൾ ഓനിപ്പോൾ സ്കൂൾ ബസ്സിലല്ല പോണത്, സാധാ ബസ്സിൽ പോയിട്ട് വരികയാണ് ചെയ്യണത്. സ്കൂൾ ബസ്സിൽ ഈ പ്രാവശ്യം മുതൽ പോകണില്ല എന്ന് ഓൻ തന്നെ അങ്ങോട്ട് പറഞ്ഞതാട്ടോ. അപ്പോൾ ആ ബസ്സിൽ പോകുമ്പോൾ ഭയങ്കര തിരക്കും കാര്യങ്ങളും. അപ്പോൾ വലിയ ബാഗുമായിട്ട് ആവണില്ല അമ്മയെന്നും പറഞ്ഞിട്ട് എനിക്ക് ചെറിയൊരു ബാഗ് വാങ്ങിത്താന്നും പറഞ്ഞിട്ട് അപ്പോൾ അതെന്തായാലും വാങ്ങണം എന്ന് വിചാരിച്ചില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്താക്കി പ്ലാൻ ചെറുതായിട്ട് മാറ്റിയിട്ട് വീട് മൊത്തത്തിൽ അടുക്കളയൊക്കെ വൃത്തിയാക്കണം എന്ന് വിചാരിച്ചത് തരും. അപ്പം അത് നാളെ ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി മിഠായിത്തെരുവിലെത്തി ഷോപ്പിങ്ങിലാണ്. അപ്പോഴാണ് ഞാൻ ഈ ഒരു ഷോപ്പ് കണ്ടതിട്ടത്. ചൈന മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പാണ്. ഇപ്പം പുതുതായിട്ട് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ തുറന്നതാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാത്തിനും ഈ ഫാൻസി ഐറ്റംസ് അങ്ങനെ മിഠായിത്തെരുവിൽ കിട്ടുന്നത് കുറച്ച് കുറവേനെ. അപ്പോൾ ഇപ്പോൾ അതിനായിട്ട് ഇതാ ഒരു പീഡിയ ഫാൻസിയും ബാഗ് ചെരുപ്പ് എല്ലാം കൂടിയായിട്ട് ഒരു അടിപൊളി പീഡിയായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ 10 രൂപ മുതൽ 5-10 രൂപയ്ക്കൊക്കെ ഇതുപോലെ ഫാൻസി ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഞാൻ നല്ല തിരക്കുമാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇതാ ഇതുപോലെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. ഈ ഇങ്ങനെയുള്ള മാലക്കും കാര്യങ്ങൾക്കൊക്കെ കോളേജിലൊക്കെ പോകുന്ന കുട്ടികളൊക്കെ ഇതുപോലെ സിമ്പിളല്ലേ ഇടല്ലേ, അതിനൊക്കെ 20 രൂപ. അതാ ഇങ്ങനത്തെ ക്രാബ് കാര്യങ്ങൾക്കൊക്കെ 5 രൂപ 2 രൂപ അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ. അത് ഇതുപോലെ ബുഷ് ഇതെല്ലാം ഇതുപോലെ നല്ല വില കുറവാണ്. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു പേഴ്സ് ഞാൻ എടുത്തത്, ഇത് കാണാൻ നല്ല ക്യൂട്ടില്ല. അപ്പം ഞാൻ ഇങ്ങനത്തെ ഇതൊന്ന് ഞാൻ എടുത്തിട്ട് നമ്മളെ ബാഗിൽ ചില്ലറ പൈസയൊക്കെ ഇട്ട് വെക്കല്ല. അപ്പോൾ ഇങ്ങനത്തെ ഒന്നും ഞാനങ്ങനെ വാങ്ങലില്ല, പക്ഷേ ഇത് കണ്ടപ്പോൾ എന്തോ ഒരു വാങ്ങാന്നുള്ളൊരു തോന്നിയിട്ട് അപ്പം ഞാൻ അത് എന്തായാലും ഒരു പീസ് എടുത്ത്. പിന്നെ അത് കണ്ടതാ ചെയിനൊക്കെ കണ്ട നല്ല അടിപൊളി നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. നല്ല സ്റ്റൈലിഷ് ആയിട്ട് നല്ല സിമ്പിളായിട്ടുള്ള കുറേ മാലകളുണ്ട്, ഡിസൈൻ ഉണ്ട്. ഇതൊക്കെ 20 രൂപ. പിന്നെ പൊട്ട് ഏതെടുത്താലും 5 രൂപ.
പിന്നെ കമ്മൽ സ്റ്റഡ് കമ്മലൊക്കെ ഇല്ലേ അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ വെറൈറ്റി അടിപൊളി കമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതുപോലെയുള്ള മുടിക്ക് കുത്തുന്ന കുട്ടികൾക്ക് കുത്തി കൊടുത്ത് നല്ല രസമുണ്ടാവും. അങ്ങനത്തെ 2-3 ഐറ്റംസ് എടുത്തിട്ട് ഞങ്ങൾ ക്ലിപ്പ് അതിന് 10 രൂപ 15 രൂപ. പിന്നെ നെയിൽ പോളിഷൊക്കെ ഇതാ 10 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. 10, 20, 30 അതിനൊക്കെ നെയിൽ പോളിഷ് ഇതാ ഇങ്ങോട്ടുള്ളതൊക്കെ 50 രൂപ, ഇതൊക്കെ 30 ആ ഒരു റേഞ്ചിൽ വരുന്നതാണ് കേട്ടോ. പിന്നെ മേക്കപ്പ് ഐറ്റംസ് ഇതൊക്കെ പിന്നെ എത്രത്തോളം ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. ഇതൊന്നും പിന്നെ ഞങ്ങൾ വാങ്ങിയില്ല കേട്ടോ. പിന്നെ ഡാസിലർ എന്നൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. ഞാൻ പറഞ്ഞില്ല സ്റ്റഡിൻ്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്, നല്ല അടിപൊളിയായിട്ടുള്ളതുണ്ട്. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇതുപോലെ സിമ്പിളിൻ്റെ ആൾക്കാരല്ലേ, നല്ല സിമ്പിളായിട്ടുള്ള അടിപൊളി സ്റ്റൈലിഷ് ആയിട്ടുള്ള കമ്മൽ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റഡൊക്കെ ഏതെടുത്താലും 5 രൂപ മുതലാണ് സ്റ്റാർട്ടിങ്, കമ്മൽ 30 രൂപേൻ്റെ മുതലുണ്ട്. അപ്പോൾ അങ്ങനെ അവിടുന്ന് കുറച്ചൊരു അത്ര സാധനം വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഞാൻ 2 പിടുങ്ങൾക്കും കൂടി ഒരു 130 രൂപ 130 125 അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ ബില്ല് അവിടുത്തെ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ടിക്കും കാര്യങ്ങളൊക്കെ എടുത്തത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഓരോ തന്നെയാണ് ഇട്ടത്. ചെരുപ്പും ബാഗൊക്കെ ആയിട്ട് വേറൊരു സെക്ഷനായിട്ട് ഇപ്പുറത്തെ ഭാഗത്തേക്ക് തന്നെയായിട്ട് വേറെ സെക്ഷനായിട്ട് തന്നെയാണ് ഉള്ളത്. ചെരുപ്പൊക്കെ നല്ല സ്റ്റൈൽ. ഇപ്പോൾ നമുക്ക് ഡെയിലിയൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചെരുപ്പ് 149-നൊക്കെയാണ് കേട്ടോ ചെരുപ്പ് സ്റ്റാർട്ട് ചെയ്യണത്. 2 എണ്ണത്തിന് 259 അങ്ങനെയൊക്കെ ആയിട്ടാണ്. അപ്പോൾ ബാഗിന് 299 കണ്ടാവും. ബാഗ് 299-നൊക്കെ നല്ല സൂപ്പർ ബാഗ് കിട്ടാം, നല്ല ക്വാളിറ്റി ബാഗ്. നമ്മൾ തിരഞ്ഞെടുത്ത് അതിനനുസരിച്ച് വാങ്ങണം എന്നുള്ളൂ. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള നല്ല അടിപൊളി ബാഗും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ 300 രൂപേൻ്റെ ബാഗും കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഇത് 2 ചെരുപ്പിന് 249-ഒക്കെയാണ് ഈ ഒരു ഭാഗത്തുള്ള ചെരുപ്പിന് വരുന്നത്. ഈ ഒരു ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്, നല്ല അടിപൊളി ബാഗ്. ഈ ബാഗും എനിക്ക് നല്ല ഇഷ്ടമായ ഒരു ബാഗ്, നല്ല ക്വാളിറ്റി. അത് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ അതിൻ്റെ ആ ഒരു ചങ്ങലേക്ക് അങ്ങനെ റെസ്റ്റ് പിടിക്കാത്തൊരു ടൈപ്പില്ല, അങ്ങനത്തെയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് കാണിച്ചു തന്നെ. ഇപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ മിഠായിത്തെരുവ് പോവുകയാണെങ്കിൽ ആ ഒരു ഷോപ്പിലൊന്ന് കയറി വെക്കും. പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പിന്നെ ഈ ബംഗാളികളെ കാണുമ്പോൾ അങ്ങോട്ടൊരു ആകർഷണമാണ്. അല്ല അങ്ങനെയല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, ഓരോ കമ്മലും കാര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങനെ വിൽക്കണ ബംഗാളികളുണ്ടല്ലോ. അപ്പോൾ ആ കമ്മൽ ഇങ്ങനെ മാടി വിളിക്കുമ്പോളെ, അപ്പോൾ അവിടെ പോയിട്ട് ഞാനിതാ ഒരു കമ്മൽ, ഇപ്പോൾ ഓണൊക്കെ ആയതിനെക്കൊണ്ട് ഞാൻ വിചാരിച്ചു ഓണത്തിന് അങ്ങനെ ഓണമായിട്ട് ആഘോഷങ്ങളൊന്നുമില്ല ഞങ്ങൾക്ക് ഏട്ടൻ മരിച്ചതിനെ കൊണ്ട്. അപ്പോൾ ഞാൻ ജിമിക്ക് ഭയങ്കര എപ്പോഴും ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ എന്തായാലും ആ ഒരു റെഡ് ജിമിക്ക് ഞാൻ വാങ്ങിയിട്ട് അതിന് 100 ആയത്. പക്ഷെ ആ പൈസ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു, വേർത്താണെന്ന് തോന്നുന്നു. നല്ല അടിപൊളി സംഗതി, നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ മിഠായിത്തെരുവിൽ നിന്ന് തെണ്ടിത്തിരിയലൊക്കെ കഴിഞ്ഞ് ഇതാ വൈകുന്നേരം സന്ധ്യ ആയപ്പോഴാണ് കേട്ടോ വീട്ടിലെത്തിയത്. അപ്പോഴത്തേക്ക് ഇത് അച്ഛനും അമ്മയൊക്കെ തിരക്കിലാണ്, വിളക്ക് വെക്കേണ്ട തിരക്കും കാര്യങ്ങളിലൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ വേഗം പോയി മേലൊക്കെ കഴുകി വേഗം വന്ന് വിളക്ക് കത്തിച്ചതൊക്കെ കണ്ട് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞപാട് ഞങ്ങളിതാ പിന്നെയും തെണ്ടാൻ പോയതാണ് കേട്ടോ. മഴ അന്നേരം മഴയില്ലേ ഇനി, പക്ഷേ ഞങ്ങൾ കൂടെ ഇറങ്ങിയപ്പോഴത്തേക്ക് മഴ വന്നു. ഞങ്ങളിവിടെ ബീച്ചിൽ അവിടെ പോയിട്ട് കുറച്ച് നേരം നിന്നിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ഞാനും അനിയത്തി കൂടി, മക്കളൊന്നും കൂട്ടിയില്ല കേട്ടോ, ഞാനും അനിയത്തി കൂടി പോകുന്നത്. അപ്പം മഴ പെയ്തപ്പോൾ ഞങ്ങൾ എന്താക്കി അങ്ങോട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് റൂട്ട് തിരിച്ച് ഞങ്ങൾ എന്നാൽ പിന്നെ കലന്തൻസിൽ പോയിട്ട് ഫ്രൂട്ട് സലാഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ അവിടുത്തെ ഫ്രൂട്ട് സലാഡിൻ്റെ അഡിക്റ്റാണ് കേട്ടോ ഞാനും അനിയത്തിയും. നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും അവിടെ, 100 രൂപയാണ് ഒരു ഫ്രൂട്ട് സലാഡിന്, പക്ഷേ നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും. അപ്പോൾ അവിടെ പോയിട്ട് ഇതാ ഫ്രൂട്ട് സലാഡൊക്കെ തട്ടുകയാണ്. മക്കൾക്ക് വരുമ്പം കോൺ ഐസ്ക്രീമും വാങ്ങി പോകുന്നത്. ഫ്രൂട്ട് സലാഡ് കഴിക്കണത് ഒരു വേഗം ഇപ്പം നന്തോട്ടിൻ്റെ ശിഖേൻ്റെ പരിപാടി എന്താ വെച്ചാൽ വേഗം എടുത്തിട്ട് ഫോൺ നോക്കുമോ എന്താണ് എങ്ങോട്ടാണ് പോയതെന്ന്. അപ്പം നമ്മളെന്തായാലും ഷൂട്ട് ചെയ്യുന്നവർക്കറിയാം എങ്ങനെ ഉണ്ട് ഐഡിയ. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നത് ഞങ്ങൾക്ക് ഉറപ്പാണ്. അപ്പോൾ ഞങ്ങൾ അവർക്ക് ഇതും വാങ്ങി, കോൺ ഐസ്ക്രീമും വാങ്ങി ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ വീട്ടിൽ പോയതിൻ്റെയും അവിടെ ഉള്ളതിൻ്റെയും കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിൽ നമുക്ക് പുതിയ ഡേ ഇൻ മൈ ലൈഫ് വിശേഷങ്ങളൊക്കെ ആയിട്ട് വേഗം തന്നെ കാണാം. അതിന് മുമ്പേ ഇൻസ്റ്റാ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ഒന്ന് ഫോളോ ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണാൻ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണ കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിൽ കാണും വരെ ബൈ.